Hi everyone, welcome back to the world of English. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട്, കുട്ടി ഇംഗ്ലീഷ്. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അത് കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് പോയിട്ട് വാച്ച് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ ഇത് വന്ന് കാണുക. കുട്ടി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പോർഷനാണ്. കാരണം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്നോ വാക്കുകൾ ചേർന്ന് ചെറിയ ചെറിയ സെൻറ്റൻസസ്, അതായത് ചിലപ്പോൾ ചോദ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കാം, അതിലൂടെ നമ്മൾ നമ്മുടെ ആശയം മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് കുട്ടി ഇംഗ്ലീഷ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിഗിനർക്ക് ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ഈ കുട്ടി ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ 20 അങ്ങനെയുള്ള സെൻറ്റൻസസ് കണ്ടിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും ഒരു 20 സെൻറ്റൻസസ് കൂടാണ്. സോ വെൽക്കം ടു കുട്ടി ഇംഗ്ലീഷ് എപ്പിസോഡ് 2. ഒന്നാമത്തെ സ്ട്രക്ചറാണ് ലെറ്റ്സ് ഡു ഇറ്റ്. ലെറ്റ്സ് ഡു ഇറ്റ് എന്താ അതിൻ്റെ അർത്ഥം? പലപ്പോഴും പല അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്കത് ചെയ്യാം. ഇപ്പോൾ ഒരാളൊരു ഐഡിയ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു സജഷൻ പറയുന്നു, അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എക്സൈറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു യൂസേജാണ് ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്കത് ചെയ്യാം, ഞാൻ റെഡിയാണ്, ഞാൻ എക്സൈറ്റഡ് ആണ്, നമുക്ക് തുടങ്ങാം എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ്? ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്കത് ചെയ്യാം. ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ, ലെറ്റ്സ് ഡു ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. ലെറ്റ് അസ് എന്നുള്ളതാണ് കേട്ടോ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറയുന്നത്, ലെറ്റ്സ് ഡു ഇറ്റ്. രണ്ടാമത്തെ സെൻറ്റൻസ് ഇതാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, രണ്ട് വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ലൈക്ക് ഉണ്ട്, ലവ് ഉണ്ട്. ഓക്കെ, ലവ് എന്ന് വെച്ചാൽ സ്നേഹം എന്നാണ്, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമെന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് എനിക്ക് അവളെ ഇഷ്ടമാണ് എന്നാണ്. സോ എന്തായിരിക്കും ആ സെൻറ്റൻസ്? ഐ ലൈക്ക് ഹെർ, ഐ ലൈക്ക് ഹെർ. ഓക്കെ, ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നാണെങ്കിലാണ് ഐ ലവ് ഹെർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഐ ലൈക്ക് ഹെർ. ഐ ലൈക്ക് ചോക്ലേറ്റ്സ് നമ്മൾ പറയാറില്ലേ, ഐ ലൈക്ക്, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ, ഐ ലൈക്ക് ഹെർ, ഐ ലൈക്ക് ഹെർ. മൂന്നാമത്തേത്, ഈ വേനൽക്കാലമൊക്കെയാണ് അല്ലെ, ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ക്ഷീണിക്കും. അത് ക്ഷീണിക്കുക എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻ എന്താണ്? ടയേർഡ് അല്ലേ, ടയേർഡ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിതനാണ് അല്ലേ, ഞാൻ ക്ഷീണിച്ചു, ഐ ആം ടയേർഡ്. ഒന്ന് പറഞ്ഞോളൂ, ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിച്ചു, ഞാൻ ക്ഷീണിതനാണ് എന്ന് പറയാം. പുരുഷന്മാർക്കും പറയാം, സ്ത്രീകൾക്കും പറയാം. കാരണം നമ്മൾ ഐ എന്നാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. സോ ഐ ആം ടയേർഡ്. അവൻ അല്ലെങ്കിൽ അവൾ ടയേർഡാണ് നമ്മൾ എങ്ങനെ പറയും? ഹി ഈസ് ടയേർഡ്, ഷീ ഈസ് ടയേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച എക്സ്പ്രഷൻ ഇതാണ്, ഐ ആം ടയേർഡ്. പറഞ്ഞോളൂ, ഐ ആം ടയേർഡ്. അടുത്ത എക്സ്പ്രഷനാണ് എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം അല്ലെ, നമ്മൾ പലപ്പോഴും സോറി പറയാറുണ്ട്. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു എക്സ്പ്രഷനാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, forgive me. forgive me, എന്നോട് ക്ഷമിക്കണം. പറഞ്ഞോളൂ, forgive me, എന്നോട് ക്ഷമിക്കണം, forgive me. സോറി എന്ന് വെച്ചാൽ ക്ഷമിക്കൂ എന്നാണ് അർത്ഥം. ഇത് കുറച്ചുകൂടെ ഒരു നല്ല എക്സ്പ്രഷനാണ്, forgive me, എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, forgive me. ഇനി അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് കേട്ടോ. അപ്പോൾ ചില ആളുകൾ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നീ ഇത് കൂളായിക്കേ അല്ലേ, നീ ഒന്ന് റിലാക്സ്ഡ് ആക്കി എന്നൊക്കെ പറയാറില്ലേ. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കുട്ടി എക്സ്പ്രഷനാണ് കാം ഡൗൺ. എങ്ങനെ? കാം ഡൗൺ, ശാന്തനാകൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. റീസെൻ്റ്ലി വന്ന മറ്റേ തല്ലുമാല സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആരാധകരെ ശാന്തരാകുവിൻ എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് കാം ഡൗൺ. ഓൾറൈറ്റ്, കാം ഡൗൺ, ശാന്തനാകൂ, ശാന്തനാകൂ എന്നൊക്കെ നമുക്ക് പറയാം. കാം ഡൗൺ, കാം ഡൗൺ. വലിയ പ്രശ്നത്തിൽ ഒരാൾ ഇടിക്കാനൊക്കെ ആയിട്ട് ഒരാൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ പറയും കാം ഡൗൺ, കുറച്ചൊന്ന് കാം ആക്കി, നീ കൂളാക്കി, റിലാക്സ്ഡ് ആക്കി എന്നൊക്കെ പറയുന്നതാണ് കാം ഡൗൺ. അടുത്തത് അനങ്ങരുത്. അനങ്ങരുത് അല്ലെ, നമ്മൾ ചിലപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണിത്, അനങ്ങരുത്. എങ്ങനെ ഇത് പറയാൻ പറ്റുക? ഡോണ്ട് മൂവ്. സിമ്പിൾ, ഡോണ്ട് മൂവ്. രണ്ട് വാക്കുകളേ ഉള്ളൂ കേട്ടോ, ഡു നോട്ട് പ്ലസ് മൂവ് അല്ലെ, അതാണ് നമ്മൾ പറഞ്ഞത് ഡോണ്ട് മൂവ്. പറഞ്ഞോളൂ, ഡോണ്ട് മൂവ്. ഇത് എന്ത് എക്സ്പ്രഷനും നമുക്ക് പൊളൈറ്റ് ആക്കണമെങ്കിൽ ഒരു പ്ലീസ് ചേർത്താൽ അത് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് വരും, പ്ലീസ് ഡോണ്ട് മൂവ്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് കുട്ടി ഇംഗ്ലീഷാണ്, വളരെ കാഷ്വലായിട്ട് ഇൻഫോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ചില എക്സ്പ്രഷൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള യൂസേജസ് പ്ലീസ് ഒന്നും ചേർക്കാതെ തന്നെ പറയുന്നത് കേട്ടോ. കാരണം ഈസി ആയിട്ട് ഇൻഫോർമലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വലിയ ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ അനങ്ങരുത്, മൂവ് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? ഡോണ്ട് മൂവ്. ഇപ്പോൾ പറഞ്ഞത് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറൊരു എക്സ്പ്രഷനാണ് ഇനി പറയുന്നത്, വഴക്കുണ്ടാക്കരുത്. അവധിക്കാലമൊക്കെയാണ്, വീട്ടിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടുത്തം, വഴക്ക്, ഇടി ഒക്കെ ഉണ്ടാവും, ശരിയല്ലേ?
അപ്പോൾ നമ്മൾ പോയിട്ട് പറയണം വഴക്കുണ്ടാക്കരുത്. ഹൗ ഡു വി സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, ചെയ്യരുത് എന്നുള്ളതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ കണ്ടു. എന്താണ്? ഡോണ്ട്. അപ്പോൾ ഒരു വാക്കുകൂടെ അതിനൊപ്പം എടുത്തിട്ട് ഡോണ്ട് ഫൈറ്റ്. ഡോണ്ട് ഫൈറ്റ്. നമ്മൾ മുമ്പേ കണ്ടത് ഡോണ്ട് മൂവ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഡോണ്ട് ഫൈറ്റ്. നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ഡോണ്ട് ഫൈറ്റ്. ഡോണ്ട് ഫൈറ്റ്. പറഞ്ഞോളൂ, ഡോണ്ട് ഫൈറ്റ്. അടുത്തത് നമ്മൾ പറയും പോ, ഇവിടുന്ന് പോ. അപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനിൽ നിൽക്കുവാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് വീണ്ടും 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 നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നു. നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നമുക്കത് ഇറിറ്റേഷൻ ആണെങ്കിൽ നമ്മൾ പറയും പൊക്കോ, ഇവിടെ നിന്ന് പോ എന്ന് പറയും. അതെങ്ങനെ പറയാ? പ്ലീസ് ലീവ്. ഓക്കെ, പ്ലീസ് ലീവ്. ഒന്ന് ദയവായിട്ടൊന്ന് പോയി തരുമോ എന്ന് നമ്മൾ പറയുന്നില്ലേ? പ്ലീസ് ലീവ്. ഈ പോയി തരുമോ എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും കളിയാക്കലോ അല്ലെങ്കിൽ ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവാം. പക്ഷെ പ്ലീസ് ലീവ് എന്ന് പറഞ്ഞാൽ വളരെ കൊച്ചസ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. ഏറ്റവും മര്യാദയോടുകൂടി നമ്മൾ പറയുന്നതാണ്. പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട്, പ്രശ്നത്തിലേക്ക് കടക്കാണ്ട്, ആ ബന്ധം മുറിയാതെ നമ്മൾ അവരോട് പറയുന്നതാണ് പ്ലീസ് ലീവ്. ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ, പ്ലീസ് ലീവ്, പ്ലീസ് ലീവ്. എന്നാൽ ലീവ് നൗ എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ചുകൂടി ഹാർഷാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം, പ്ലീസ് ലീവ്, പ്ലീസ് ലീവ്. ഇനി വീട്ടിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് സ്ഥിരം പറയുന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഉറക്ക വായിക്കുക. എങ്ങനെ? ഉറക്ക വായിക്കുക. ഹൗ ഡു വി സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? റീഡ് അല്ലേ? വായിക്കുക എന്നുള്ളത് റീഡാണ്. ഉറക്കെ അലൗഡ്. ഓക്കെ, റീഡ് അലൗഡ്. പറഞ്ഞോളൂ, റീഡ് അലൗഡ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ മക്കളൊക്കെ ഇരുന്ന് വായിക്കുന്നത് കാണുമ്പോൾ പതുക്കെയാണ്, നിങ്ങൾക്കും കൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ പേരൻസ് ഉപയോഗിക്കുന്ന ടൂളാണ് ഉറക്ക വായിക്കടാ, ഉറക്ക വായിക്കടി അല്ലേ? ഇനി നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ ഒരു പേടിയില്ലാണ്ട് റീഡ് അലൗഡ്. പറഞ്ഞോളൂ, റീഡ് അലൗഡ്. നമ്മൾ ആദ്യം കണ്ടു നമുക്കത് ചെയ്യാം. ഓർമ്മയുണ്ടോ എക്സ്പ്രഷൻ? ലെറ്റ്സ് ഡു ഇറ്റ്. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് പോകാം. മറ്റേ നമുക്ക് ചെയ്യാമെന്നായിരുന്നു, ഇവിടെ നമുക്ക് പോകാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എക്സ്പ്രഷൻ? ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം, നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. പറഞ്ഞോളൂ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ് അസ് ഗോ, ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം. എനിക്കത് വേണം, എനിക്കത് വേണം. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ നീഡ് ഇറ്റ്. ഐ വാണ്ട് ഇറ്റ് എന്ന് പറയാറുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. എന്നാൽ കുറച്ചുകൂടെ സീരിയസ് ആണ്, എനിക്ക് കുറച്ചുകൂടെ അത് വേണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, അതിന് ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഐ നീഡ് ഇറ്റ്. ഐ വാണ്ട് ഇറ്റ് എന്ന് വെച്ചാൽ എനിക്ക് വേണം എന്നാണ്. ഐ നീഡ് ഇറ്റ് എന്ന് വെച്ചാലും എനിക്കത് വേണം തന്നെയാണ്. പക്ഷേ ഐ നീഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ താല്പര്യമുണ്ട് എനിക്ക് അതിനോട്, എനിക്ക് കുറച്ചുകൂടെ അത്യാവശ്യമുണ്ട് എന്നാണ് അർത്ഥം. സോ ഐ നീഡ് ഇറ്റ്, എനിക്കത് വേണം. പറഞ്ഞോളൂ, ഐ നീഡ് ഇറ്റ്, ഐ നീഡ് ഇറ്റ്. എന്നെ കളിയാക്കരുത്. കൂട്ടുകാരുടെ ഇടയ്ക്കൊക്കെ ഉള്ള ഒരു ട്രെൻഡാണല്ലേ വെറുതെ ഒരാളെടുത്ത് കളിയാക്കുക. ശരിയല്ലേ? ഓഫീസിൽ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കാണും. എപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരാളെ പിക്ക് ചെയ്യുന്നു, വെറുതെ അയാളെ കളിയാക്കുന്നു. അപ്പോൾ അയാൾ പറയും എന്നെ കളിയാക്കല്ലേ, എന്നെ കളിയാക്കല്ലേ അല്ലേ? ഹൗ ഡു വി സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? എന്നെ കളിയാക്കരുത്. എന്നെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? കളിയാക്കരുത്. ശ്രദ്ധിച്ചു? ആ വാക്ക് പലപ്പോഴും കിട്ടുന്നുണ്ടാവില്ല അല്ലേ? നമുക്കൊന്ന് നോക്കാം. ടീസ്. ടീസ് എന്നാണ് കളിയാക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ്, ടീസ്. ഓക്കെ, അപ്പോൾ എന്നെ കളിയാക്കരുത് എന്നെങ്ങനെ പറയാം? ഡോണ്ട് ടീസ് മീ. എന്നെ കളിയാക്കരുത്, ഡോണ്ട് ടീസ് മീ. അവനെ കളിയാക്കരുത്, ഡോണ്ട് ടീസ് ഹിം. അവളെ കളിയാക്കരുത്, ഡോണ്ട് ടീസ് ഹർ. സി, ഡോണ്ട് ടീസ് മീ. എന്നെ കളിയാക്കരുത്. പറഞ്ഞോളൂ, ഡോണ്ട്. ചെയ്യരുത് എന്നുള്ളതിന് ഈക്വലാണ് കേട്ടോ ഡോണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കാറില്ല ഡൂസ് ആൻഡ് ഡോണ്ട്സ്, ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതും. ആ ഒരു വാക്ക് മനസ്സിൽ വെച്ചോളൂ. സോ ഡോണ്ട് ടീസ് മീ, ഡോണ്ട് ടീസ് മീ. എണീക്ക്. എണീക്കുക എന്ന് വെച്ചാൽ ഒരു കസേരയിൽ നിന്ന് എണീക്കുന്നതും കട്ടിലിൽ നിന്ന് എണീക്കുന്നതും ഒക്കെ എണീക്കുക എന്ന് തന്നെയാണ് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് നമ്മൾ വെയ്ക്കപ്പ് എന്ന് പറയും. എന്നാൽ കട്ടിലിൽ നിന്ന് എണീക്കുന്നതിന് നമ്മൾ എന്താ പറയുക? ഗെറ്റ് അപ്പ്. എങ്ങനെ? ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞ് ഗെറ്റ് അപ്പ്. കസേരയിൽ നിന്ന് എണീക്കുന്നതിനും നമ്മൾ ഇതേ എക്സ്പ്രഷനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഗെറ്റ് അപ്പ്. ആരെങ്കിലും വരുമ്പോൾ നമ്മൾ വി ഗെറ്റ് അപ്പ്, നമ്മൾ എണീറ്റ് നിൽക്കുന്നു എന്ന് പറയാറില്ലേ? ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്. ഓൾറൈറ്റ്? അപ്പോൾ എണീക്കുക എന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്. പറഞ്ഞോളൂ, ഗെറ്റ് അപ്പ്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കൂട്ടുകാരൻ ചെയ്തു, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ചെയ്തു, അവർ പരാജയപ്പെട്ടു, അവർക്ക് നിരാശയായിപ്പോയി. അപ്പോൾ നമ്മൾ പറയുന്നു അത് പ്രശ്നമില്ല, നീ ഒന്നുകൂടെ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ തുടർന്നു കൊണ്ടേ ഇരിക്കും നിൻ്റെ അറ്റംപ്റ്റ്, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? കീപ് ട്രൈങ്, കീപ് ട്രൈങ്. ഈ കീപ്പ് എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര ഒരു അർത്ഥമുണ്ട് കേട്ടോ. അതായത് തുടർന്നു കൊണ്ടേ ഇരിക്കൂ എന്ന് ഒരർത്ഥം അതിനുണ്ട്. അതായത് കീപ്പ് എന്ന് വെച്ചാൽ സൂക്ഷിച്ചു വെക്കുക എന്നൊരർത്ഥമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ കീപ്പ് ചില വാക്കുകളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു അർത്ഥവും കൂടെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കീപ് ഡൂയിങ്
വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുക. കീപ് ട്രൈങ്, വീണ്ടും അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ് പർച്ചേസിങ് ഇറ്റ്, വീണ്ടും 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 മേടിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ കീപ്പ് എന്നുള്ള പദത്തിൻ്റെ ഒപ്പം ഇങ്ങനെയുള്ള ചില പദങ്ങൾ പോകുമ്പോൾ തുടരൂ എന്നൊരർത്ഥവും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? കീപ് ട്രൈങ്, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കൂ. കീപ് ട്രൈങ്, കീപ് ട്രൈങ്. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എക്സ്പ്രഷനാണ് കേട്ടോ. അതായത് നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്, സമയം അങ്ങോട്ടേ കിട്ടുന്നില്ല, സമയം എത്ര പെട്ടെന്നാണ് പോകുന്നു, അയ്യോ ഇതിപ്പോൾ മാർച്ചായോ, ഇപ്പോൾ ഇന്നലെ അല്ലേ ന്യൂ ഇയർ കഴിഞ്ഞത് എന്നൊക്കെ ആളുകൾ ചിന്തിക്കും. എന്നിട്ട് അവർ പറയും സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത്. അതിന് ഈക്വലൻ്റ് ആയിട്ടൊരു ഇംഗ്ലീഷിൽ എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ, വളരെ രസമുള്ളൊരു എക്സ്പ്രഷനാണ്. അതിങ്ങനെയാണ്, ടൈം ഫ്ലൈസ്. എങ്ങനെ? ടൈം ഫ്ലൈസ്. നമുക്കറിയാം സമയം പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു എക്സ്പ്രഷനാണ് ടൈം ഫ്ലൈസ്. ടൈം ഫ്ലൈസ്, ഇറ്റ്സ് ഓൾറെഡി മാർച്ച്. അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോൾ പറയും ഒരു വർഷം കഴിഞ്ഞു, ടൈം ഫ്ലൈസ്, ഇറ്റ്സ് ഡിസംബർ. കണ്ടോ, സമയം വളരെ പെട്ടെന്ന് പോകുന്നു, ഇത് ഓൾറെഡി ഡിസംബർ ആയി. അപ്പോൾ സമയം പെട്ടെന്ന് പോകുന്നു എന്നുള്ളതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താണ്? ടൈം ഫ്ലൈസ്, ടൈം ഫ്ലൈസ്. അടുത്ത നമ്മൾ 16ാമത്തെ എക്സ്പ്രഷനിലേക്ക് പോവാണ്. എനിക്കതൊന്നൊരു പ്രശ്നമല്ല, അല്ലേ? പലരും പറയുന്ന ഒരു യൂസേജാണ്. ഇപ്പം എന്നെക്കുറിച്ച് ബന്ധുക്കാരെന്ത് പറയും, അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ കൂട്ടുകാരെന്ത് പറയും, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ചിലർ ഇതൊക്കെ എന്ത്, അല്ലേ? അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് എക്സ്പ്രഷൻ ഉണ്ട്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഐ ഡോണ്ട് കെയർ. ഞാനൊന്നും കാര്യമാക്കുന്നില്ല. ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞോളൂ. ഐ ഡോണ്ട് കെയർ. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും, ഞാൻ എൻ്റെ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്ന് പലരും പറയാറുണ്ട്. സോ ഐ ഡോണ്ട് കെയർ പറഞ്ഞോളൂ. ഐ ഡോണ്ട് കെയർ. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് പെട്ടെന്ന് വാ, അല്ലേ? കം ക്വിക്ക്ലി. പറഞ്ഞ് കം ക്വിക്ക്ലി, പെട്ടെന്ന് വാ, കം ക്വിക്ക്ലി. അതായത് പലപ്പോഴും നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അവർ നടന്ന് എന്താ പറയുക മെല്ലെ മെല്ലെ എത്തുമ്പോൾ നമ്മൾ പറയും കം ക്വിക്ക്ലി, പെട്ടെന്ന് വരൂ, കം ക്വിക്ക്ലി, കം ക്വിക്ക്ലി. ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ നിസ്സഹായരായിട്ട് പോകും, അല്ലേ? ഇപ്പോൾ ഒരാൾ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. സഹായിക്കുക എന്ന് വെച്ചാൽ ഹെൽപ്പാണ്. നിസ്സഹായം എന്ന് വെച്ചാൽ അതിനുപയോഗിക്കുന്ന വാക്കാണ് ഹെൽപ്ലെസ്. സോ ഐ എം ഹെൽപ്ലെസ്, ഐ എം ഹെൽപ്ലെസ്. ഞാൻ നിസ്സഹായനാണ്. ഐ എം ഹെൽപ്ലെസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ നിസ്സഹായനാണ്. ഐ എം ഹെൽപ്ലെസ്. പറഞ്ഞോളൂ, ഐ എം ഹെൽപ്ലെസ്, ഐ ആം ഹെൽപ്ലെസ്. അവിടെ ഉണ്ടായിക്കോളൂ കേട്ടോ. ബി ദേർ, അവിടെ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞ് ബി ദേർ. ഇപ്പം നമ്മൾ പറയുന്നു നാളെ 10 മണിക്ക് ലെ മെറിഡിയനിലൊരു മീറ്റിംഗ് ഉണ്ട്, അവിടെ ഉണ്ടായിക്കോളൂ കേട്ടോ. അതിന് ഇംഗ്ലീഷിൽ പറയാവുന്ന എക്സ്പ്രഷനാണ് ബി ദേർ. സമയത്ത് തന്നെ ഉണ്ടായിക്കോളൂ എന്നിങ്ങനെ പറയാം, ബി ദേർ ഓൺ ടൈം. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായിക്കോളൂ എന്ന് 2 വാക്കുകൾ ഉപയോഗിച്ച് പറയാം, ബി ദേർ. നാളെ നമുക്ക് 4:30 ഒരു മീറ്റിംഗ് ഉണ്ട്, ബി ദേർ. മീറ്റിംഗ് അറ്റ് 4 o'clock ടുമോറോ, ബി ദേർ. നാളെ നമുക്ക് 4 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ ഉണ്ടായിക്കോളൂ, ബി ദേർ. ഓക്കെ, ബി ദേർ. ഇതേ കാര്യം തന്നെ വേറെ ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, യു ഷുഡ് ബി ദേർ, യു മസ്റ്റ് ബി ദേർ. അല്ല, സിമ്പിളാണ്. ഇത് നമ്മൾ കുറച്ചുകൂടെ ഇൻഫോർമലായി കാഷ്വലായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ, ബി ദേർ. ഓൾറൈറ്റ്. ഇനി നമ്മൾ 20ാമത്തെ കുട്ടി ഇംഗ്ലീഷ് സ്ട്രക്ചറിലേക്ക് പോവാണ്. നമ്മൾ കുറച്ച് ജ്യൂസ് ഒരാൾക്ക് കൊടുക്കുന്നു, ഒരാൾ വീട്ടിൽ വരുന്നു, ജ്യൂസ് കൊടുക്കുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഒരു സ്ട്രേഞ്ച് ലുക്കുള്ള ജ്യൂസ്, അപ്പോൾ അയാൾ പറഞ്ഞേ ജ്യൂസ് വേണ്ട. അപ്പോൾ നിങ്ങൾ പറയണത് ഇത് ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണ്, 4 ഫ്രൂട്ട്സ് ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്, നീ ഒരു കവളൊന്ന് കുടിച്ചു നോക്കിയേ, നീ ഒരു കവള് കുടിച്ചു നോക്കിയേ. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? ടേക്ക് എ സിപ്പ്. എങ്ങനെ? ടേക്ക് എ സിപ്പ്. ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, കുടിക്കുന്നതിനെയാണ് നമ്മൾ സിപ്പ് എന്ന് പറയുന്നത്. ഒരു കവൾ എടുക്കുക, സിപ്പ്. സോ ടേക്ക് എ സിപ്പ് എന്ന് പറഞ്ഞു നോക്കിക്കോളൂ, ടേക്ക് എ സിപ്പ്. അത് എന്ത് തരത്തിലുള്ള ലിക്വിഡ് ഡ്രിങ്ക്സും ആവാം, നമ്മൾ ടേക്ക് എ സിപ്പ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ, ഒരു കവൾ കുടിക്കുന്നതിന്. സോ ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ, ടേക്ക് എ സിപ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് 20 കുട്ടി ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ് കണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതിയെടുക്കണം. എഴുതിയാൽ മാത്രം പോരാ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം. ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ആരുമില്ല, നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനറുടെ സഹായം ആവശ്യമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ കൂടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ, നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ ഒക്കെ നിങ്ങൾക്കൊരു ട്രെയിനറുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും
ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആക്സെൻറ്റയിൽ നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട്. രാവിലെ 9 തൊട്ട് രാത്രി 11 മണി വരെ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി അവർ ക്ലാസ് എടുക്കും. വീഡിയോ കോളിലൂടെയും ഓഡിയോ കോളിലൂടെ ഒക്കെ ക്ലാസ്സുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ IELTS കോച്ചിങ് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കീപ് പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. എല്ലാവർക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാം. Let's communicate with everyone in the world. Thank you.